നിർണായകമായിട്ടുള്ള അറസ്റ്റിലേക്കാണ് വീണ്ടും SIT കടന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറസ്റ്റ് എന്ന രീതിയിലേക്ക് കൂടി നമുക്കിതിനെ കാണാൻ കഴിയും. കാരണം നേരത്തെ പത്മകുമാർ നൽകിയ പത്മകുമാറിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നു N വിജയകുമാർ, അതേപോലെ KP ശങ്കരദാസ് എന്നിവർ. ഇതിൽ N വിജയകുമാറിന്റെയും KP ശങ്കരദാസിന്റെയും അറസ്റ്റ് നടത്താത്തതിനെതിരെ ഹൈക്കോടതി തന്നെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രധാനമായും എന്തുകൊണ്ട് അറസ്റ്റ് നടത്തുന്നില്ല? കാരണം പത്മകുമാർ ആ രീതിയിൽ അറസ്റ്റിലായെങ്കിൽ കൂട്ടുത്തരവാദിത്തമില്ലേ, രേഖകളുടെ അവ്യക്തതയില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു കോടതി ചോദിച്ചത്. ഇതിന് പിന്നാലെ SIT പലതരത്തിലുള്ള കൂടിയാലോചനകൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയിരുന്നു. അതിനുശേഷം ഇവരുടെ കാര്യം, അതായത് ഇവർക്ക് നോട്ടീസൊക്കെ നൽകിയിരുന്നു, പക്ഷേ ഹാജരായിട്ടുണ്ടായിരുന്നില്ല KP ശങ്കരദാസും N വിജയകുമാറും. അതിന് പിന്നാലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു SIT. അതിനുശേഷമാണ് വീണ്ടും SIT തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി ചർച്ചകളൊക്കെ നടത്തിയ ശേഷം N വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. 2019 കാലയളവിൽ, അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ നിർണായകമായിട്ടുള്ള അതിന്റെ ആദ്യ ദേവസ്വം ബോർഡ് യോഗങ്ങളടക്കം, ആ തീരുമാനത്തിലേക്ക് എത്തുന്ന ആദ്യ ദേവസ്വം ബോർഡ് യോഗത്തിലടക്കം പങ്കെടുത്ത ആളുകളാണ് പത്മകുമാർ, N വിജയകുമാർ, അതേപോലെ KP ശങ്കരദാസ് എന്നിവർ. നേരത്തെ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്ത തൊട്ടു മുൻപ് N വിജയകുമാറിനെയും അതേപോലെ KP ശങ്കരദാസിനെയും 2 തവണ SIT ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആ ചോദ്യം ചെയ്യലിൽ N വിജയകുമാർ പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട വിഷയം ദേവസ്വം ബോർഡ് യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നെങ്കിലും അത് ചർച്ച ചെയ്യാതെ പിന്നീട് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തീരുമാനം അന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ എടുത്തിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതും N വിജയകുമാർ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ പക്ഷേ ആ മൊഴികളടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും പത്മകുമാറിന്റെ രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കും നിലയിലേക്കും കാര്യങ്ങൾ പോയിരുന്നു. ഏതായാലും അതിനുശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന് കോടതി തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. കാരണം 2019 കാലത്ത് സ്വർണം പാളികൾ കടത്തുന്ന സമയത്ത് അന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന 3 പേരിൽ ഇപ്പോൾ ഇതിനോടകം 2 പേർ അറസ്റ്റിലായിരിക്കുന്നു. പത്മകുമാർ ആയിരുന്നു ആദ്യം അറസ്റ്റിലായത്, രണ്ടാമത് N വിജയകുമാർ അറസ്റ്റിലായിരിക്കുന്നു. N വിജയകുമാറിന്റെ അറസ്റ്റ് വിരൽ ചൂണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ KP ശങ്കരദാസ് അസുഖബാധിതനായുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ നടന്നുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. എന്നാൽ N വിജയകുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഈഞ്ചക്കലിലെ ഓഫീസിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകിട്ട് തന്നെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കത്തിലേക്ക് കൂടി SIT